UDF സർക്കാരിൻ്റെ പുതിയ ബഡ്ജറ്റ് വരാൻ ഇനി 2 ദിവസം മാത്രം. 19-ാം തീയതി പുതിയ ബഡ്ജറ്റ്. ബഡ്ജറ്റിൽ നിന്ന് ഇപ്പോൾ പറഞ്ഞു കേൾക്കുന്ന ഒരുപാട് കാര്യങ്ങൾ സർക്കാർ ഉദ്യോഗസ്ഥർക്ക് വിസ്മയമുണ്ടായിരിക്കും. ശമ്പള പരിഷ്കരണ കമ്മീഷനുമായി ബന്ധപ്പെട്ട വിഷയങ്ങളുണ്ട്, മെഡിസെപ്പ് ഉണ്ട്, അതുപോലെ DA ഉണ്ട്, പിന്നെ DR ഉണ്ട്. ഇങ്ങനെ ഒത്തിരി കാര്യങ്ങൾ, പിന്നെ നമ്മുടെ അഷ്വേർഡ് പെൻഷൻ്റെ കാര്യങ്ങൾ, ഇങ്ങനെ ഒത്തിരി കാര്യങ്ങളുടെ കൂട്ടത്തിൽ ഒരു ബ്ലൂ എക്കോണമിയും സിൽവർ എക്കോണമിയും ആയിരിക്കും എന്നാണ് മനസ്സിലാക്കുന്നത്. എന്താണ് ബ്ലൂ എക്കോണമി, എന്താണ് സിൽവർ എക്കോണമി? ബ്ലൂ എക്കോണമി എന്ന് പറയുന്നത് ഒരു സമുദ്ര മിഷൻ ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. സമുദ്ര മിഷൻ്റെ 2 ഉദ്ദേശങ്ങളുണ്ട്. ഒന്ന്, പോർട്ടുകളുമായി വിഴിഞ്ഞം പോർട്ട് മുതൽ എറണാകുളം കൊച്ചി പോർട്ട് മുതൽ കാസർഗോഡ് വരെയുള്ള പോർട്ടുകളുടെമായി ബന്ധിപ്പിച്ചുകൊണ്ടുള്ള ഒരു വികസന ഹബ്ബ് ഗൗരവമായി ആലോചിക്കുന്നു. അപ്പോൾ അത് തീർച്ചയായിട്ടും തീരദേശത്തുള്ള മത്സ്യത്തൊഴിലാളികൾക്കും അതുപോലെ തന്നെ തീരദേശവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നവർക്കും ഉൾപ്പെടെ ഉപജീവനത്തിനും തൊഴിലിനും കൂടുതൽ അവസരം കിട്ടുന്ന നിലയിൽ കേരളത്തെ സമുദ്ര തീരം നന്നായി പ്രയോജനപ്പെടുത്തുന്നത് എങ്ങനെ എന്നുള്ള ഒരു ബ്ലൂ എക്കോണമി അല്ലെങ്കിൽ ഒരു സമുദ്ര മിഷൻ ഈ ഗവൺമെൻറ് സീരിയസ് ആയിട്ട് ആലോചിക്കുന്നതായി ഇതിനോടകം തന്നെ വിവരങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. അത് വളരെ മനോഹരമായ രീതിയിൽ ആലോചിക്കുന്നു. അതുപോലെ തന്നെ തിരുവനന്തപുരം കാസർഗോഡുള്ള കനാലുകൾ ധാരാളമായി, പിന്നെ തോടുകളും കനാലുകളും വളരെ കൃത്യമാണ്, ജലാശയ അതിനെയും പുനരുജ്ജീവിപ്പിക്കുന്ന ഒരു ജല മിഷൻ അല്ലെങ്കിൽ ഒരു നദീ മിഷൻ വരാനുള്ള സാധ്യതയും, മിഷൻ എന്ന് പറഞ്ഞാൽ ഞാൻ ഉടനെ തന്നെ അതൊരു കമ്മിറ്റി അല്ലെങ്കിൽ ഒരു സ്ഥാപനം അങ്ങനെയല്ല, ശുചിത്വ മിഷൻ പോലെ അല്ലെങ്കിൽ ഉടനെ തന്നെ ഹരിതകാലം അങ്ങനെ സ്ഥാപനം വരുമെന്നല്ല ഞാൻ പറയുന്നത്, അല്ലാതെ ഉള്ള ഒരു സംവിധാനം എന്നുള്ള രീതിയിൽ അത് വരാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ സിൽവർ എക്കോണമിയെക്കുറിച്ചും ഗൗരവമായി ഗവൺമെൻറ് ആലോചിക്കുന്നു. സിൽവർ എക്കോണമിയിൽ കൂടുതലും വയോജനങ്ങൾക്ക് ഗുണകരമായിട്ടുള്ള, പ്രത്യേകിച്ച് പെൻഷൻ പറ്റിയവർക്ക് വലിയ അവസരം കൊടുക്കുന്ന, എന്നോട് ചോദിച്ചാൽ പെൻഷൻ പറ്റിയവർ, പ്രായമായവർ ബാധ്യതയല്ല, ജീവിച്ചിരിക്കുന്ന സർവകലാശാലകളാണ്. അവർ എക്സ്പീരിയൻസ് ഉള്ളവരാണ്, എഡ്യൂക്കേഷൻ ഉള്ളവരാണ്, ക്വാളിഫൈഡ് ആണ്. അതുകൊണ്ട് പെൻഷൻ പറ്റിയവരെ സുവർണ കാലമാക്കിയിട്ടാണ് ഇനിയിപ്പോൾ വരാൻ പോകുന്ന കാലത്തെ നമ്മൾ പ്രയോജനപ്പെടുത്തേണ്ടത്. ഏത് പഞ്ചായത്ത് എടുത്താലും, ഏത് ബ്ലോക്ക് പഞ്ചായത്ത് എടുത്താലും, ഗ്രാമപഞ്ചായത്ത് എടുത്താലും, ജില്ലാ പഞ്ചായത്ത് എടുത്താലും, സർക്കാർ ഓഫീസുകൾ എടുത്താലും എല്ലായിടത്തും റിട്ടയർ ആയവരുടെ സേവനം കൃത്യമായി പ്രയോജനപ്പെടുത്തേണ്ടതാണ്. അങ്ങനെ പ്രയോജനപ്പെടുത്താനുള്ള ഒരു അക്കാഡമിക് ബാങ്ക് തന്നെ, ഒരു റിട്ടയർ ആയവരുടെ അക്കാഡമിക് ബാങ്ക് എല്ലാ സംവിധാനങ്ങളിലും ഉണ്ടായാൽ സിൽവർ എക്കോണമിയുടെ അടിത്തൂണെന്ന് പറയുന്നത് അതായിരിക്കും. അപ്പോൾ പെൻഷൻകാർക്ക് സുവർണകാലം വരുന്ന ഒരു ബഡ്ജറ്റാക്കി ഇതിനെ മാറ്റാം. സിൽവർ എക്കോണമിയുടെ ഏറ്റവും വലിയ പ്രത്യേകത അതാണ്. അപ്പോൾ ഞാൻ വീണ്ടും പറയുന്നു, പെൻഷൻ പറ്റിയവരും പ്രായമായവരും ഒരു സമൂഹത്തിലെ സർവകലാശാലകളാണ്. അത് കർഷകൻ മുതൽ തൊഴിലാളികൾ മുതൽ തെങ്ങുകയറ്റക്കാരൻ മുതൽ സർവകലാശാല വൈസ് ചാൻസലർ വരെയുള്ള, ഞാനൊരു ഒരു ഒരു പ്രൊഫൈൽ പറഞ്ഞതാണ്, എഞ്ചിനീയർമാർ, ഡോക്ടർമാർ എല്ലാവരും വരെയുള്ള ആരെ എടുത്താലും അവർ, അല്ലെങ്കിൽ ചീഫ് സെക്രട്ടറി, സാധാരണ ക്ലർക്ക് മുതൽ ചീഫ് സെക്രട്ടറി വരെയുള്ള ആരെ എടുത്താലും 2 കാര്യങ്ങൾ അവർക്കുണ്ടായിരിക്കും. ഒന്ന്, ക്വാളിഫൈഡ് ആയിരിക്കും പലരും. രണ്ടാമത്, അവർക്ക് അനുഭവജ്ഞാനം കാണും. അതും വലിയൊരു നോളജാണ്, വിദ്യാഭ്യാസമാണ്. അപ്പോൾ നോളജ് എന്ന് പറയുന്നത്, എക്സ്പീരിയൻസ് എന്ന് പറയുന്ന നോളജും അനുഭവ സമ്പത്തും, അതുപോലെ തന്നെ സർവകലാശാലകളിൽ നിന്നുള്ള ഡിഗ്രിയും പ്രവൃത്തി പരിചയവും, അവർ പ്രവർത്തിച്ചിട്ടുള്ള അവരുടെ പ്രവൃത്തി പരിചയമുണ്ട്. പരമ്പരാഗതമായ അറിവുകളുണ്ട്, പഴയ കാലത്തെക്കുറിച്ചുള്ള അറിവുകളുണ്ട്. എങ്ങനെയായിരുന്നു 50കളിലെ കേരളം, 60കളിലെ കേരളം, 70കളിലെ കേരളം, എന്ത് മാറ്റമാണ് ഉണ്ടായത്, എന്താണ് സംഭവം, ഇതിനെയൊക്കെ സംബന്ധിച്ച് വളരെ കൃത്യമായ വിവരങ്ങൾ പ്രായമായവരിൽ ഉണ്ടായിരിക്കും. ഇത് ഓരോ നാടിനെ സംബന്ധിച്ച്, നാടിൻ്റെ ചരിത്രത്തെ സംബന്ധിച്ച്, സംസ്കാരത്തെ സംബന്ധിച്ച്, തൊഴിലിനെ സംബന്ധിച്ച്, കൃഷിയെ സംബന്ധിച്ച്, ജീവിത രീതിയെ സംബന്ധിച്ച്, ആഹാര രീതിയെ സംബന്ധിച്ച്, വസ്ത്രധാരണത്തെ സംബന്ധിച്ച്, അങ്ങനെ ഓരോ വിഷയങ്ങളെക്കുറിച്ചും വലിയ നോളജായിരിക്കും ഇവിടെ. അപ്പോൾ നോളജബിൾ പേഴ്സൺസ് എന്നുള്ള നിലയിൽ പെൻഷൻ പറ്റിയവർക്ക് സുവർണ അവസരം കൊടുക്കുന്ന ഒരു ബഡ്ജറ്റായി ഇതിനെ മാറ്റും, അല്ലെങ്കിൽ മാറണം എന്നുള്ളതാണ് നമ്മളുടെ നിർദ്ദേശം. അങ്ങനെ വരുന്നു എന്ന് തന്നെയാണ് കേൾക്കുന്നത്. അപ്പോൾ ബ്ലൂ എക്കോണമി മുതൽ സിൽവർ എക്കോണമി വരെയുള്ള പുതിയ ഒരു കാഴ്ചപ്പാട് ഈ ബഡ്ജറ്റിൽ കൊണ്ടുവരും. വെറുതെ ഒരു കാഴ്ചപ്പാട് കൊണ്ടുവന്നത് കാര്യമില്ല. നേരത്തെ ഗ്രീൻ എക്കോണമി അല്ലെങ്കിൽ ഹരിത ബഡ്ജറ്റ് എന്നൊക്കെ പറഞ്ഞ് പിന്നെ നമ്മുടെ തോമസ് ഐസക്ക് വേണ്ട ബഹളം ഉണ്ടാക്കി.
പക്ഷെ ഒന്നും പിന്നെ സംഭവിച്ചില്ല. അതുപോലെ തന്നെ പിന്നെ സ്ത്രീ സൗഹൃദ ബഡ്ജറ്റ് എന്ന് പറഞ്ഞ് കുറച്ച് ബഹളം ഉണ്ടാക്കി തോമസ് ഐസക്. അങ്ങനെ തോമസ് ഐസക് ഈ ഒരുപാട് പാട്ടും പിന്നെ കഥകളും ഉപമകളും ഒക്കെ പറഞ്ഞ് ബഡ്ജറ്റ് അവതരിപ്പിക്കുന്നതല്ലാതെ പിന്നെ തുടർ പ്രവർത്തനത്തിൽ ഒന്നും കാണുന്നതായി നമ്മൾ കേരളത്തിൽ കണ്ടിട്ടില്ല. അതേസമയം ഇത് ആക്ഷൻ ഓറിയൻറ്റഡ് ആയിട്ടുള്ള പ്രവർത്തിന്മുഖമായിട്ടുള്ള കർമ്മോത്സുകമായ കർമ്മപരിപാടികളുള്ള ഒരു ബഡ്ജറ്റായി നമുക്ക് കാണണം, അല്ലെങ്കിൽ അങ്ങനെ വരണം. ബഡ്ജറ്റിൽ മധുരമനോഹര മനോജ്ഞ സുന്ദരമായ കാര്യങ്ങൾ നല്ല തങ്കലിപികളാൽ എഴുതി വച്ചിട്ട് കാര്യമില്ല. അത് നടപ്പിലാക്കുന്നതിനുള്ള സിസ്റ്റം ഉണ്ടാക്കുക, ജനങ്ങളെ പങ്കെടുപ്പിക്കുക എന്നുള്ളതാണ്. കേരളത്തിലെ ഏറ്റവും വലിയ സമ്പത്ത് ഏതെന്ന് എന്നോട് ചോദിച്ചാൽ വിദ്യാഭ്യാസമുള്ള, തൊഴിൽ ചെയ്ത് പുറത്തു നിൽക്കുന്ന, തൊഴിൽ അന്വേഷകരും തൊഴിൽ ചെയ്ത് പുറത്തു നിൽക്കുന്നവരുമായിട്ടുള്ള, എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള, എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള, നോളജബിൾ ആയിട്ടുള്ള മാൻ പവറാണ് ഇവിടെ ഇനിയും പ്രയോജനപ്പെടുത്തുന്നത്. അപ്പോൾ എല്ലാ പഞ്ചായത്തുകളിലും മാൻ പവർ ബാങ്കുകൾ ഉണ്ടാക്കണം. നേരത്തെ BLTC എന്നൊക്കെ പറഞ്ഞ് ബ്ലോക്ക് ലെവൽ ടെക്നിക്കൽ കമ്മിറ്റി എന്നൊക്കെ പറഞ്ഞ് ജനകീയാസൂത്രണ കാലത്ത് ചില സംവിധാനം, പക്ഷേ അതെല്ലാം അവസാന അധികാര കേന്ദ്രങ്ങളായി പഞ്ചായത്തുകളുടെ പേരിൽ കുതിര കയറുന്ന മേഖലകളായി മാറി. അങ്ങനെ പ്രശ്നങ്ങൾ, എന്നാൽ ചില സ്ഥലത്ത് വളരെ മനോഹരമായി പ്രവർത്തിക്കുകയും ചെയ്തു. അപ്പം നമുക്ക് അങ്ങനെ ചെയ്യേണ്ട ഒരു കാലമാണ്. ഏത് പഞ്ചായത്തെടുത്താലും അവർക്ക് മരുന്ന്, ആരോഗ്യ പ്രശ്നങ്ങൾ, ഭക്ഷണം, താമസിക്കാനുള്ള സ്ഥലം, വസ്ത്രം ഇത് കൊടുത്താൽ പോരാ. അവരെ കൃത്യമായി, പഞ്ചായത്തുകൾക്ക് ഏത് പഞ്ചായത്തിനാണ് വണ്ടിയില്ലാത്തത്? കൃത്യമായി അവരെ വണ്ടിയിൽ കൊണ്ടുപോകാം. ഈ പ്രവർത്തകർക്ക് അവരെ വീട്ടിൽ പോയിരുന്ന കാര്യങ്ങൾ ചോദിക്കാം. അവരെ എത്രയോ എഞ്ചിനീയർമാരാണ്, എത്രയോ ഡോക്ടർമാരാണ്, എത്രയോ എക്സ്പേർട്ടുകളാണ് നമ്മുടെ നാട്ടിൽ. നല്ല പ്രോജക്റ്റ് എഴുതാൻ കഴിവുള്ളവർ, നല്ല കൺസെപ്റ്റ് ഉള്ളവർ എത്രയോ പേരാണ് വീട്ടിലിരുന്ന് വെറുതെ ചെറുമക്കളുമായും കൊച്ചുങ്ങളുമായി ഇരിക്കുകയും, അങ്ങനെ ഇല്ലാത്തവർ TV-യിലൊക്കെ നോക്കി, വാട്സപ്പിൽ നോക്കി ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ വാട്സപ്പിലൊക്കെ നോക്കുമ്പോൾ രണ്ടും കാണേണ്ടി വരുമല്ലോ, എല്ലാം കണ്ടിരിക്കുന്നു. അതിനെ ഒരു മാൻ പവർ പൂളായി ചിന്തിക്കുന്ന ഒരു സർക്കാർ എന്നുള്ള സംവിധാനത്തിൽ ഇത് ആലോചിക്കേണ്ടതാണ്. അപ്പോൾ ബ്ലൂ എക്കോണമി മുതൽ സിൽവർ എക്കോണമി വരെയുള്ള വളരെ കൃത്യമായിട്ടുള്ള പ്രവർത്തനങ്ങളാണ് നടന്നു വരുന്നത്. അത് വളരെ മനോഹരമാണ്, സുന്ദരമാണ്. നമുക്ക് കൃത്യമായി ഈ ഗവൺമെൻറ് ഒരു കൺസെപ്റ്റിൻ്റെ പുറത്ത് നീങ്ങുന്നു. ഞാൻ ഇന്നലെയും പെൻഷൻകാർക്ക് വേണ്ടി വീഡിയോ ചെയ്തിരുന്നു. ഇന്ന് വീണ്ടും പെൻഷൻ പറ്റിയവർക്ക് അവരെയും കൂടി ചേർത്തുകൊണ്ട് തന്നെ ഈ വീഡിയോ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകണം. ഇത്തരം കാര്യങ്ങൾ നമുക്ക് ചർച്ച ചെയ്യണം. പെൻഷൻകാരുടെ അസോസിയേഷൻ ഇതിൽ മുന്നോട്ട് വരികയും വേണം. നിങ്ങൾ സർക്കാരിന് കൃത്യമായ നിർദ്ദേശം ഇതിൽ കൊടുക്കുകയും വേണം. അത് ഒരു പുതിയ യുഗത്തിനുള്ള പ്രവർത്തനങ്ങൾ ആരംഭിക്കട്ടെ.